ഹായ്. വളരെ യാദൃശ്ചികമായി ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. ഇങ്ങനൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആവണമെന്നോ ഈ ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇത് ഇടുമോ എന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഐ ആം സംബഡി ഹൂ ടോക്സ് എ ലോട്ട്, ഹു ലവ്സ് ടോക്കിംഗ് എ ലോട്ട്, ഹു ലവ്സ് ഹാവിങ് കോൺവെർസേഷൻ. ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ കേട്ട് ഞാൻ തന്നെ നിർവൃതി കൊള്ളുന്ന ഒരാളാണ്. അപ്പോൾ ഇതും ചിലപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, സോ ഒരു വീഡിയോ കണ്ടിരുന്നു വേറെ നമ്മുടെ പ്രജ്ഞാനന്ദ ചെസ് ചാമ്പ്യൻ വാസ് ആസ്ഡ് ആളിപ്പോഴും ഒരു വിഭൂതി ഇടുമല്ലോ, എന്തുകൊണ്ടാണ്. അപ്പോൾ ഹി വാസ് സെയിങ് ഹി ഹാഡ് ഹിസ് ഓൺ റീസൺസ്. അതിൻ്റെ റീസൺസ് ഒക്കെ പറഞ്ഞു. അതിൻ്റെ ഒപ്പം പറഞ്ഞു ഇറ്റ്സ് എ ഹാബിറ്റ്, മോർ ദൻ എനിത്തിങ് ഇറ്റ്സ് എൻ ഹാബിറ്റ്. ആൻഡ് I think he said that defines him. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഹാബിറ്റ്സ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് ചെറുപ്പത്തിൽ ഐ ഹാഡ് എ റീസെൻറ്റ് കോൺവെർസേഷൻ വിത്ത് വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ് റിഗാർഡിങ് ദിസ്. അപ്പോൾ പണ്ട് നമുക്ക് ചെറുപ്പത്തിൽ പലപ്പോഴും പണിഷ്മെൻറ്റ് എന്ന് തോന്നി നമ്മൾ ഒരു താല്പര്യവും ഇല്ലാതെ ചെയ്യുന്ന ഒരുപാട് ഹാബിറ്റ്സിൻ്റെ ഭാഗമാകുന്ന കാര്യങ്ങൾ ഇന്ന് കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് തോന്നും ദാറ്റ് ആക്ച്വലി ഡിഫൈൻസ് അസ് എന്നുള്ളത്. എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം. പണ്ട് എൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നിലത്ത് കോസറി എന്നാണ് നമ്മൾ പറയുക, കോസറി വിരിച്ചിട്ടായിരുന്നു കിടക്ക. അപ്പോൾ ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ അച്ഛമ്മ ആസ് എൻ ഓർലി ബേർഡ്, സോ ഷീ വെയ്റ്റ്സ് അപ്പ് ആൻഡ് അച്ഛമ്മയുടെ നാമം ചൊല്ലലൊക്കെ തുടങ്ങും. അപ്പം അതിൻ്റെ കൂടെ അപ്പം അച്ഛമ്മ ഒരു 5 മണിയാകുമ്പം ആ റേഡിയോയിൽ സുപ്രഭാതം ട്യൂണുണ്ടല്ലോ, എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഐ ഹാവ് എ വിയർഡ് ഫീലിംഗ്. ലെറ്റ്സ് നോട്ട് ഗോ ഇൻ ടു ദാറ്റ്. ഓക്കെ, ഗിവ്സ് മീ മെമ്മറീസ് ഓഫ് ഹർ. അപ്പം സോ നാമം ചൊല്ലും. എപ്പോഴും എനിക്കിപ്പോഴും ആ നാമം കാണാപ്പാടാണ്. ലൈക്ക് പകുതി ഉറക്കത്തിൽ ഞാനത് കേട്ട് ഒരു എൻ്റെ ഒരു 12-13 വർഷം ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടി എണീക്കൂ, ലേറ്റായി, ഇത്ര ലേറ്റായിട്ട് കിടന്നുറങ്ങരുത്, അതും ഉമ്മറത്തങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഇതാണ് അച്ഛമ്മ. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഈശ്വര എന്തിനാണ് ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനെപ്പോഴും ഇങ്ങനെ അത്രയ്ക്ക് ദേഷ്യം വരികയായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ കോൺഫിഡൻ്റ് ആണോ അത് എനിക്ക് പറ്റിയിട്ടുള്ളത് വാസ് waking up early in the morning and doing things, getting things done. എന്തൊക്കെ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടോ അത് ആ ഒരു സമയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ ടു ഹർ. ആൻഡ് ഇന്നത്തെ പേരൻറ്റിങ്ങിൽ വി ടോക്ക് അബൌട്ട് ജെൻറൽ പാരൻറ്റിങ് and all of that, right? You should go behind, like you should take the way the kids are, they are. But correct, I do agree, but after point in time I really believe കുട്ടികൾക്ക് ഹാബിറ്റ്സ് ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ബിൽഡിങ് അപ്പ് എ ക്യാരക്ടർ ഫോർ ദെം. അറ്റ് സം പോയിന്റ് ഇൻ ടൈം വെൻ ദേ ആർ ടു ബിൽഡ് എ പേഴ്സണാലിറ്റി ഓർ അവരവരുടെ ലൈഫിൽ ഒരു പോയിന്റ് എത്തുമല്ലോ, നമുക്ക് കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ വരുന്നത്, അത് ഇല്ലാണ്ടാക്കാനും എനിക്ക് ഇന്നതൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആൻഡ് അതിന് ഐ ഡോണ്ട് നീഡ് സം വൺ എൽസ് വാലിഡേഷൻ ആൻഡ് ഐ എം ക്വൈറ്റ് ഹാപ്പി ഓഫ് വാട്ട് ഐ എം ഡൂയിങ് എന്ന് തോന്നാൻ ഒരുപാടത് ഹെൽപ്പ് ചെയ്യും. അതിനൊരു എന്താ പറയുക, അതിനൊരു എക്സാമ്പിളാണ്. ലൈക്ക് എല്ലാ കാര്യങ്ങളും അല്ല, ബട്ട് വിച്ച് എവർ തിങ് ദാറ്റ് ഐ എം കോൺഫിഡൻറ്റ് ഇൻ. അച്ഛൻ എപ്പോഴും ഒരു കാര്യം പറയും, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, അതിപ്പോൾ ഒരു ഹാബിറ്റാണ്. ലൈക്ക് ഒരു പ്രത്യേക കാര്യം, ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ഇറ്റ് ബിക്കോസ് അത് അൺവാണ്ടഡ് കോൺട്രവേഴ്സീസ് ആവും. അപ്പോൾ ഹി ഹാസ് റെസ്ട്രിക്റ്റഡ് മീ ഫ്രം ഡൂയിങ് സംതിങ്, ദ ഓൺലി വൺ തിങ്. അപ്പോൾ എനിക്കതിന് റീസൺസ് ഒന്നുമല്ല, എനിക്കതിൽ
somebody like Achan, who has never told no to me, has said no for one thing, and I should respect that no of him എന്നുള്ളത് കൊണ്ട് മാത്രം. അപ്പം ഞാനിങ്ങനെ കോൺവെർസേഷനിൽ സംസാരിച്ചു. അപ്പം അച്ഛൻ ഞാൻ പുറത്ത് പോയി ചെയ്യുമ്പോൾ വാട്ട് ഷുഡ് ഐ ടെൽ പീപ്പിൾ? പറഞ്ഞു, ഐ നെവർ ആസ്ക് യു ടു എക്സ്പ്ലെയിൻ ഓൾ ഓഫ് ദിസ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. Of course you have judgmental people, they would immediately ask you why you're not doing this എന്ന് ചോദിക്കുമ്പോൾ എന്നൊരു ഇട വരുത്തരുത്. To people who understand, you can maybe talk, explain that to him, and then അല്ലാത്തവരടുത്ത് you can get rid of that restriction. അവോയ്ഡ് ചെയ്യാൻ പറ്റാവുന്ന റെസ്ട്രിക്ഷനുമാണത്. അപ്പോൾ ഇന്ന് ഞാനത് ചെയ്യാറില്ല. ബിക്കോസ് ഐ ഡോണ്ട് റിയലി വോണ്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു എവറിബഡി. ആൻഡ് നമ്മളെ മനസ്സിലാക്കുന്നവർ അത് മനസ്സിലാക്കിക്കോട്ടെ, അല്ലാത്തവർ യു ഡോണ്ട് നീഡ് ടു. ഐ എം നോട്ട് ക്വൈറ്റ് കംഫർട്ടബിൾ. അപ്പോൾ എന്തൊക്കെ അർത്ഥം, നമ്മളതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്നുമില്ല. ആൻഡ് if there are people who don't understand that, it's okay. You need not show that in front of them. കാരണം നീ അവരുടെ മുമ്പിൽ അത് കാണിച്ചിട്ടല്ല നിന്റെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ഒരാളാണ് അച്ഛൻ. അച്ഛൻ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല, വാശികളില്ല, ഞാനിത് ചെയ്യില്ല കേട്ടോ എന്ന് എല്ലാവരുടെയും പോയി പറയും. ഈസ് വെരി ഫ്ലെക്സിബിൾ. ആൻഡ് ഇപ്പോൾ മെല്ലെ മെല്ലെ, നോട്ട് എവറിത്തിങ്, ബട്ട് ചില കാര്യങ്ങളിൽ ഐ എം ഓൾസോ ലേണിംഗ് ടു ബി ഫ്ലെക്സിബിൾ. ആൻഡ് എനിക്ക് മറ്റൊരാൾ അത് ഷീസ് ഡൂയിങ് ദാറ്റ് എന്ന് പറഞ്ഞ് എനിക്കൊരു അപ്രിസിയേഷൻ കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാളാണ്. പ്ലസ് ഐ ബിലീവ് ഞാൻ ആയിട്ടിരിക്കണം ഞാൻ എന്ത് ചെയ്യുന്നു അതിൽ ഞാൻ കണ്ടൻറ്റ്ഫുൾ ആയിരിക്കണം. അല്ലാതെ ഇപ്പോൾ യു ആർ സീക്കിംഗ് എക്സ്റ്റേണൽ വാലിഡേഷൻ എന്നുള്ളത്, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ആ സ്ട്രേറ്റ് ഹാസ് നോട്ട് എൻറ്റേർഡ് ഇൻ മൈ മൈൻഡ്. എനിക്കൊരാളത് നന്നാണ് ഞാൻ ചെയ്തത് എന്ന് പറയണം എന്നുള്ളൊരു വാശി എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാത്തതിന് ഞാൻ എൻ്റെ ഹോൾ ഫാമിലി, ഐ വുഡ് സേ, especially my parents and my grandparents, I'm very grateful for. And habits എപ്പോഴും നിലനിർത്തുക, പക്ഷേ ഹാബിറ്റ്സ് ഒരു വാശിയാവരുത്. ഹാബിറ്റ്സ് ആൾക്കാരെ കാണിക്കാനുള്ളൊരു ടൂളായിട്ടും ഉപയോഗിക്കാതിരിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ദാറ്റ്സ് ദാറ്റ്. എനിക്ക് സംസാരിക്കണം ഇനിയും എന്ന് തോന്നുമ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാം. നമസ്കാരം.